ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏർലി മോർണിംഗ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഇൻ യൂട്യൂബ് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നത്. ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേറ്റെങ്കിലും ആ വെപ്രാളത്തിൽ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ സമയം 4:45. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാണ്. ഇന്ന് അബിക്ക് വെളുപ്പിനെ പോകേണ്ട ഷിഫ്റ്റാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ലെ മോർണിംഗ് റുട്ടീൻ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നോർത്ത് പ്ലാൻ ചെയ്ത് കിടന്നു. പക്ഷേ രാവിലെ സമയം പോയതുകൊണ്ട് ധൃതി പിടിച്ച് പണിയൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പം ഞാനൊന്ന് വീഡിയോ എടുത്താലോ എന്നോർത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഒരു മടിയായിരുന്നു ഇന്ന് എണീക്കാൻ. പിന്നെ ചാടി എണീറ്റ് ചിക്കൻ പുഴുങ്ങാനിട്ടു, മുട്ട പുഴുങ്ങാനിട്ടു. അതൊക്കെ ഇങ്ങനെ ഓരോ ആംഗിളിൽ നിന്നൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. അതൊന്നും നടന്നില്ല. ഈ മേഖല ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് 2 സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ടൈഗർ ബ്രെഡാണ്. ടൈഗർ ബ്രെഡ് ആകുമ്പോൾ ഉച്ചയായാലും നല്ല കട്ടിയിൽ തന്നെ ആ സൈഡിൽ ഇരുന്നോളും. ഇങ്ങനെ സോഗിയായിട്ട് പോകത്തില്ല. പിന്നെ ഈ ബ്രെഡിൽ ഞാൻ 2 മയണൈസ് തേച്ചിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ ചിക്കൻ, വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ട വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് ആ മയണൈസിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ മേളിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ഓരോ ചീസ് സ്ലൈസും വെക്കും, ലെറ്റൂസും വെച്ച് അങ്ങ് അടയ്ക്കും. അതിന് മുന്നേ നമ്മുടെ സാധാ മസാലയൊക്കെ പുരട്ടി ചിക്കൻ വറുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ബ്രോസ്റ്റഡ് പോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താണോ നിലവിൽ ഇങ്ങനെ ചുമ്മാ പുഴുങ്ങി അരിഞ്ഞ് വെക്കുന്ന ചിക്കനാണ് ആൾക്ക് ഇഷ്ടം. എപ്പോഴും സാൻഡ്വിച്ച് അല്ല, ഇടയ്ക്ക് റാപ്പൊക്കെ കൊണ്ടുപോകാറുണ്ട്. തക്കാളിയുടെ തണുപ്പൊന്ന് മാറാനും ചീസ് ഒന്ന് ഉരുകാനും ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കും. എപ്പോഴും തണുത്തിരിക്കുകയല്ലേ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടാണ് പോവാറ്. മുടിയൊക്കെ നല്ലോണം കെട്ടി നല്ല വൃത്തിക്ക് നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഇന്നലെ വിചാരിച്ചെങ്കിലും ഇന്ന് അതൊന്നും നടന്നില്ല. എണീറ്റ് വരുമ്പോഴേ ഞാൻ കൈയോടെ ചിക്കൻ പുഴുങ്ങാനിടും, മുട്ട പുഴുങ്ങാനിടും. അത് കഴിയുമ്പം എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് തിരിച്ചു വരും. എന്നിട്ടാണ് ഞാൻ ആ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. സാൻഡ്വിച്ച് ഞാൻ പാക്ക് ചെയ്ത് മുട്ടയൊക്കെ പൊളിച്ച് പാത്രത്തിലാക്കി ടേബിളിൽ കൊണ്ട് വെക്കുമ്പോഴേക്കും യൂണിഫോം ഒക്കെ ഇട്ടേച്ച് അങ്ങനെയാണ് വെളുപ്പിനത്തെ ഷിഫ്റ്റിന് പോകുമ്പം ഉള്ള ഒരു ശീലം. പിന്നെ ഞാൻ അലുമിനിയം ഫോയിലാണ് ഇത് പൊതിഞ്ഞു കൊടുത്ത് വിടുന്നത്. അപ്പോൾ 2 ഷീറ്റ് അതിനുവേണ്ടി എടുക്കുന്നുണ്ട്. ഇന്ന് ആക്ച്വലി ഡബിൾ ഷിഫ്റ്റാണ്. രാവിലെ പോയാലും വൈകിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് 2 സാൻഡ്വിച്ച് കൊടുത്തു വിടുന്നത്. ഇത് 2 ഞാൻ 2 ബോക്സിലാക്കി ആയിരിക്കും കൊടുക്കുന്നത്. കണ്ണം പോയി. ഇനി ഞാനൊരു ചൂടുവെള്ളം കുടിക്കും. ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി മഞ്ഞളും ഒക്കെ ഇട്ടിട്ട്. സാധാരണ അബി പോയി കഴിയുമ്പോൾ എൻ്റെ മൂഡ് അനുസരിച്ച് ഒന്നുകിൽ ഞാൻ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയെടുക്കും. പക്ഷെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ടേ ഞാൻ ഉറങ്ങുകയോ പണിയെടുക്കുകയോ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിക്കാവേ. സോ ദിസ് ഇസ് ദ ഡ്രിങ്ക്. ഓക്കെ, കണ്ട. കണ്ട, എൻ്റെ റെഡ് ഡ്രിങ്ക് യെല്ലോ ആയത് കണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഞ്ഞളും ലൈമും കൂടെ മിക്സ് ചെയ്തപ്പം. അയ്യോ, തേനൊഴിച്ചില്ല. തേനൊഴിക്കട്ടെ. ഇത്തിരി തേനും കൂടെ ഒഴിച്ച്. കണ്ട, അടി കിടക്കുന്നത്. കുടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ളൊരു ചൂടുമുണ്ട്. ഈ സ്പൂണ് കണ്ടോ? വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കുറച്ചു നേരം പോയി പ്രാർത്ഥിക്കട്ടെ. സാധാരണ ഞാൻ ഈ വെള്ളം എടുത്തുകൊണ്ട് ഈ വെള്ളമായിട്ട് പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിച്ചുകൊണ്ടിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നിപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടങ്ങ് വെള്ളം കുടിച്ചു. ഇനി ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ കുറച്ചു നേരം കിടക്കും.
10-20 മിനിറ്റ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരിക. അപ്പം ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവുക. ഞാനൊന്ന് നല്ലോണം കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജലദോഷക്കോള്. അപ്പോൾ ഞാൻ ഓർത്തിച്ചൊരു സൂപ്പ് കുടിക്കാമെന്ന്. സൂപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതും കൂടെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ നിർത്താമെന്ന്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഞാൻ ചിക്കൻ എപ്പോഴും പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങുക ചെയ്യുന്നത്, ആവി കയറ്റുമല്ല. അപ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ ചില ദിവസം വെള്ളം അങ്ങ് വറ്റിപ്പോകും, ചില ദിവസം അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് വെന്താലും. അപ്പോൾ ആ വെള്ളം ഞാൻ കളയത്തില്ല, അത് ചിക്കൻ സ്റ്റോക്കാണല്ലോ. ആ വെള്ളത്തിലോട്ട് തന്നെ ഒരു ചിലപ്പോൾ ഇച്ചിരി ചിക്കൻ മാറ്റി വെക്കും, അതൊന്ന് പിച്ച് ചീന്തി ഇടും. അല്ലെങ്കിൽ ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു അരമുറി സവോളയൊക്കെ ഇട്ട് ഞാനൊരു വെജിറ്റബിൾ സൂപ്പ് ആക്കുവേ. അപ്പോൾ ഇന്നലെ രാവിലെ ചിക്കൻ പുഴുങ്ങിയപ്പം കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു, ആ ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ ഞാൻ കുറച്ച് മഷ്റൂംസും കുറച്ച് ചിക്കനും മാറ്റി വെച്ചിട്ട് മഷ്റൂം ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ലെഫ്റ്റ് ഓവർ സൂപ്പുണ്ട്, പ്ലസ് ഇന്നൊരിത്തിരി ചിക്കൻ സ്റ്റോക്ക് മിച്ചമുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആ സൂപ്പ് ഒന്ന് കാണിക്കാവേ. അപ്പോൾ ഒരു ജലദോഷക്കോളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല ചൂട് സൂപ്പ് കുടിക്കാൻ നല്ല സുഖമല്ലേ, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്നലത്തെ ഡിന്നറിൻ്റെ ലെഫ്റ്റ് ഓവർ ചിക്കൻ മഷ്റൂം സൂപ്പ്. ഇനി ഇത് ഇന്ന് രാവിലെ ചിക്കൻ പുഴുങ്ങിയതിൻ്റെ ആ ഒരു സ്റ്റോക്ക്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും അത് കളയേണ്ട കാര്യമില്ലല്ലോ, നല്ലതല്ലേ. അടുപ്പൊന്ന് ഓണാക്കി വെച്ച് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് കറക്റ്റാണ്. ഇത് ഇപ്പോൾ ഇത്തിരി വാട്ടറിയാണ്, പക്ഷെ നമുക്ക് കോൺഫ്ലോറൊക്കെ കലക്കി വെച്ചാൽ ഇത്തിരി കുറുകും. നമുക്ക് ഗസ്റ്റിനൊന്നും കൊടുക്കാനല്ലല്ലോ, നമുക്ക് തന്നെ വീട്ടിൽ കുടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസും ചിക്കനും ആ സ്റ്റോക്കും അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ചിക്കൻ കഷ്ണമായിട്ടില്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വെള്ളത്തിൽ വെറുതെ പുഴുങ്ങി ആ വെള്ളം വറ്റുമ്പോൾ സ്റ്റോക്ക് ഒഴിച്ചൊന്ന് ഉടച്ച് കുറുക്കിയെടുത്താൽ മതി. വെജിറ്റബിൾ സൂപ്പ് ആണെങ്കിൽ നമുക്കൊരു ചിക്കൻ ഫ്ലേവറിൽ അത് കിട്ടും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാ പറയണമല്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടും പറയുമല്ല, സൂപ്പർ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. ഈ സ്റ്റോക്ക് കളയാതെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവും. അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഇച്ചിരി തിളപ്പിച്ച വെള്ളവും കൂടെ ആ പാത്രത്തിൽ ഒഴിച്ചൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ പറ്റില്ല, പെട്ടെന്നൊരു ജലദോഷക്കോള്. ഞാനാണെങ്കിൽ ബാഷ്പീയ തുളസിയൊക്കെ മണത്ത് ഇങ്ങനെ ഇരിക്കുവാണ്, ഒരു തലവേദനയൊക്കെ. സൂപ്പ് കുടിക്കാം. വെരി ടേസ്റ്റി. ഇതിൽ ചിക്കനുണ്ട്, എപ്പോഴും ഞാൻ ചിക്കൻ ഇടാറില്ല. ചുമ്മാ ക്യാരറ്റ്, മത്തങ്ങ, ഒരു അരമുറി തക്കാളി അങ്ങനെയൊക്കെ ഇട്ട് ആ സ്റ്റോക്ക് ഞാൻ വേസ്റ്റ് ചെയ്യില്ല. അത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇട്ട് കഴിച്ച് സൂപ്പാക്കി കുടിക്കും. സൂപ്പ് വെരി ഹെൽത്തിയും കൂടെ അല്ലേ. മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങിയിട്ട് മോർണിംഗ് റുട്ടീന് നേരം വേണം കാണിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റും കാണിച്ചില്ല, പക്ഷെ ലഞ്ച് കാണിക്കുന്നു. സോ ചുമ്മാ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് വിചാരിച്ചാൽ മതി ഒരു ഡേയുടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.